ഇപ്രാവശ്യത്തെ സച്ചുട്ടൻ്റെയും ചേട്ടൻ്റെയും വെക്കേഷൻ നമ്മൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ നമുക്ക് ഒത്തുകൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂരങ്ങൾ രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കുറച്ച് കുറച്ച് ഔട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമിൻ്റെ ഇടയിൽ കൂടിയിട്ട്. ഇപ്പോഴും ഫാമിലിയിലത്തെ അംഗങ്ങൾ മൊത്തമായിട്ടില്ല കേട്ടോ. എൻ്റെ നടുക്കഷ്ണായിട്ടുള്ള അനിയനും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവൻ ബഹ്റിനിലും ഏട്ടൻ പിന്നെ ദുബായിലും ആണല്ലോ. ഇപ്പം യുദ്ധമായതുകൊണ്ട് ചേട്ടനും അനിയനും ഇവിടെ പെട്ടിട്ടുമുണ്ട്. മാമന്മാരുടെ അത്രയ്ക്ക് എത്തിയിരിക്കുന്നു അമ്മൂട്ടി. എന്താ പായുമ്പോൾ കടന്ന് വരുന്നേ ഉള്ളൂ. ചേട്ടൻ ഈ കൈയിൻ്റെ അളവെടുക്കുന്നത് എന്താണെന്നറിയോ? അമ്മൂട്ടിയുടെ ഹൈറ്റ് അതെങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് നോക്കുന്നതാണ് കേട്ടോ. അവൾ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. കൂടുതലും പേര് പറയുക അമ്മൂട്ടി അമ്മയുടെ ചായ എന്നാണ് കേട്ടോ പറയാറ്. എൻ്റെ ചായ എന്ന് കൂടുതലും പറയുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണ്. അത് അമ്മേനെ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അമ്മൂട്ടി ശരിക്കും അമ്മയുടെ ചായന കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടത് പാപ്പനാണ്. എൻ്റെ പൊക്കിളുങ്ങൻ്റെ പൂരത്തിന് ആനനെ എപ്പോഴും കെട്ടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തായിരിക്കും കേട്ടോ. അപ്പോൾ മൂപ്പരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പടകെട്ടി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ഇനിയും നമ്മുടെ വീട്ടിലേക്ക് മെമ്പേഴ്സ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് സച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി അങ്ങനെ ഒരാളും കൂടെ വന്ന് അല്ലെങ്കിൽ അവർക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഞങ്ങളുടെ ജനറേഷനിലുള്ള ആ ഒരു മൊത്തം അങ്ങോട്ട് കംപ്ലീറ്റ് ആവണുണ്ടായിരിക്കുക. പിന്നെയൊക്കെ അമ്മൂട്ടിയുടെ ജനറേഷനിലേക്ക് വരുന്നത് ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ആൽഫ കിഡ്സ് ഒക്കെയാണ് ഇവിടെയൊക്കെ എടുക്കുന്നത്. വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ എല്ലാവരും കൂടെ ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ആ ഒരു നിമിഷമൊക്കെ ഭയങ്കര സന്തോഷമുള്ളതാണ് കേട്ടോ.